തന്നെയാണ്, പുസ്തകം വായിച്ചിട്ടുള്ളതാണ്. അതെ അതെ അതെ, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് നമുക്ക് സിനിമയിൽ അത്രയും ഇതായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പക്ഷേ ആ ഹക്കീം എന്ന ക്യാരക്ടർ മരിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് നല്ല ഫീലോടെ രാജുവേട്ടൻ്റെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമേ ഇല്ല. നല്ല കംപ്ലീറ്റ്ലി നീതി പുലർത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നജീബ് എന്ന ക്യാരക്ടർ. ഗംഭീര സിനിമയാണ്. പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ്റെ ഡെഡിക്കേഷൻ, ബ്ലസ്സി സാറിൻ്റെ സമർപ്പണം, ഗോകുൽ എന്ന് പറഞ്ഞ നടൻ്റെ ഡെഡിക്കേഷനും എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത് ഗംഭീരം. നമുക്ക് മലയാള സിനിമയ്ക്കൊരു നാഴികക്കല്ല്. അതെ അതെ അതെ, തീർച്ചയായിട്ടും വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പുസ്തകമായിട്ട് നമുക്ക് 100% എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാൻ പറ്റുന്ന, അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന സിനിമയാണ്. വെരി ഇമോഷണൽ. നമ്മൾ കാണുമ്പോൾ നജീബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അടുത്തൊരു വലിയ പ്രണാമം, വലിയ പടച്ചോൻ്റെ വലിയൊരു സോറിയൊക്കെ പറയാൻ തോന്നുന്നു. എല്ലാം കൊണ്ടും അതെ 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 അതെ, പുള്ളി 101% ഡെഡിക്കേഷൻ. അത് എന്ത് പറയുന്നത്, നമ്മളിത് ഇതിൻ്റെയൊക്കെ ടീസറും ഇതൊക്കെ ആദ്യമേ കണ്ടത് കൊണ്ട് നമുക്ക് ഒരു, പക്ഷേ ആ ഫസ്റ്റ് സീനിൽ റിവീൽ ചെയ്യുമല്ലോ, ആടുകളുമായിട്ട് സാമ്യം വരുന്ന മുഖം പോലെ തന്നെ വന്നിട്ടുണ്ട്. അത്രയും മാത്രം കഷ്ടപ്പാട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു പോയത് അവാർഡ് കിട്ടണമെന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഓസ്കാർ വരുത്തട്ടെ. ഡെഫിനറ്റ്ലി ഇട്ടിട്ടുണ്ട്, ഒരു സംശയവുമില്ല. പടം ഇഷ്ടമായോ?